ഹായ്, ഇന്ന് നമുക്ക് ഉഴുന്നുപയോഗിച്ച് ഒരു സോപ്പ് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഉഴുന്നാണ്. ഈ ഉഴുന്ന് നന്നായി കഴുകി വറുത്ത് പൊടിച്ചെടുക്കണം. സോപ്പ് ബേസ് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ്. വൈറ്റമിൻ E ടാബ്ലറ്റ്, ഇതിലേക്ക് ആവശ്യമായ ഒലിവ് ഓയിൽ, ഉഴുന്ന് വറുത്ത് പൊടിച്ച് കഴിയുമ്പോൾ അത് മിക്സ് ചെയ്യാനായിട്ടുള്ള റോസ് വാട്ടർ, ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഉഴുന്ന് നമുക്ക് വറുത്ത് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് കഴുകി വറുത്ത് എടുത്ത് ഉഴുന്നിൻ്റെ പൊടിയാണ്. ഇത് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഉഴുന്നിൻ്റെ പൗഡർ മിക്സ് ചെയ്യുന്നതിനായിട്ട് ഒരു സ്പൂൺ റോസ് വാട്ടർ ഒഴിക്കുകയാണ്. ഒരു സ്പൂൺ മതിയാവില്ല, കുറച്ചുകൂടി ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്യണം. വൈറ്റമിൻ E ചേർക്കാണ്. ഇതിലേക്ക് അലോവേറ ജെല്ല് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് മുഖത്ത് പാടുകൾ പോകാനും കളർ കിട്ടാനും വളരെ നല്ലതാണ് കേട്ടോ. സോപ്പ് ബേസ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ചെറുതായി കട്ട് ചെയ്തെടുത്ത സോപ്പ് ബേസാണ്. പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് വരാം. വെള്ളം ചൂടായി വരുന്നുണ്ട്. നമ്മുടെ സോപ്പ് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നു. നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മിക്സ് ആഡ് ചെയ്യാം. ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് സമയം എടുത്തോ ഈ ഉഴുന്നിൻ്റെ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് മുഴുവനായിട്ടൊന്നും യോജിച്ചിട്ടില്ല, കുറച്ചുകൂടെ കിടക്കട്ടെ. സോപ്പ് കാണാനൊരു ഭംഗിയാണല്ലോ. 10 തുള്ളി ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാം. ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് എടുത്തേക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ മോൾഡെല്ലാം നേരത്തെ റെഡിയാക്കി വയ്ക്കണം. മോൾഡിലേക്ക് ഒഴിക്കാം. ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. നമ്മുടെ ഉഴുന്നിൻ്റെ സോപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. നന്നായിട്ടുണ്ട്. ലാവൻഡറിൻ്റെ നല്ല സ്മെല്ലും ഉണ്ട്. ബാക്കി വന്നത് കൊണ്ട് ഒരു കുഞ്ഞ് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞ് ഓട്ടയ്ക്കുണ്ട് അതിന്. സോപ്പ് ആവശ്യമുള്ളവരും സോപ്പ് ബേസ് ആവശ്യമുള്ളവരും വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.